ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രിക് ആൻഡ് പ്ലംബർ ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സുകളെ നമ്മൾ വന്നിട്ടുള്ളത് ഇലക്ട്രിക് സംബന്ധമായി ഒരു വീട്ടിലെ കംപ്ലൈൻറ്റ് വർക്ക് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ ആ വീട്ടിലെ കംപ്ലൈൻറ്റ് എന്താണുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീട്ടുകാർ കംപ്ലൈൻറ്റ് പറഞ്ഞത് ഒരു ബെഡ്റൂമിനകത്തും സിറ്റൗട്ടിനകത്തും കറണ്ട് തീരെ വർക്കാവുന്നില്ല, സ്വിച്ച് ബോർഡിലൊന്നും തീരെ കറണ്ട് വരുന്നില്ല, പ്ലഗും ലൈറ്റ് ഫാനുകളൊന്നും വർക്കാവുന്നില്ല. മറ്റു ഭാഗങ്ങളിലൊക്കെ ഓക്കെയാണ്. ബെഡ്റൂമിൽ, കിച്ചണ്, ടോയ്ലറ്റ്, ഡൈനിങ് ഹാൾ ഇതിലൊക്കെ കറണ്ട് വർക്കാവുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഡീവിൻ്റെ ഡോറൊന്ന് അയച്ചു നോക്കി. നമ്മൾ ഡീവിക്കകത്ത് കാണുന്ന കുറേ മണ്ണും മണലും ഉറുമ്പുക്കളൊക്കെയാണ്. അപ്പോൾ LCB MCB ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിലും തന്നെ കുറേ മണ്ണും മണലൊക്കെ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു LCB നമ്മൾ സപ്ലൈ ചെയ്യണ നോക്കി, ആ റൂമിനകത്ത് സപ്ലൈ ചെയ്യണത് ചെക്ക് ചെയ്യണ സമയത്ത് അത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സൗണ്ട് കിട്ടുന്ന വീട്ടുകാർ പറഞ്ഞു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണുന്നത്. നല്ല മണ്ണും മണലും നല്ല നിറഞ്ഞേക്കണേ. അത് വരാനുള്ളൊരു കാരണം DB നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് DBക്കകത്ത് പൈപ്പ് ഇറക്കുമ്പോൾ അഡാപ്റ്റർ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ അഡാപ്റ്റർക്ക് വേണം ഇതിൻ്റെ പൈപ്പ് ഇറക്കി ഇതാക്കി ചെയ്യാം. അതുകൊണ്ട് വരുന്ന കണ്ടില്ലേ, ഈ MCക്കകത്ത് കുറേ മണ്ണും മണലും നല്ലോണം ഉണ്ട്. അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം. അങ്ങനെ വരുന്നത് നമ്മൾ ഈ DBക്ക് പൈപ്പ് ഇറക്കുന്ന സമയത്ത് അത് ശരിക്കും അടച്ചു കൊടുക്കാത്ത പ്രശ്നം കൊണ്ടാണ്. അങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഷോർട്ട് ആയതാണ്. അപ്പോൾ എന്നിട്ട് സൗണ്ട് ഉണ്ടായെന്ന് വീട്ടുകാർ പറഞ്ഞപ്പോൾ നോക്കുമ്പോൾ അത് പറ്റ ഷോർട്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കി MCB ഒക്കെ മാറ്റി കറണ്ടൊക്കെ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ കംപ്ലൈൻ്റൊക്കെ തീർന്നു. അപ്പോൾ സിറ്റൗട്ടും ബെഡ്റൂമിലൊക്കെ കറണ്ട് എത്തി, അതൊക്കെ ഓക്കെ ആയിക്കണം, ഒന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ പക്ഷെ ഇവിടെ വേറൊരു പ്രശ്നം വന്നത്, മീറ്റർ ബോർഡ് ജസ്റ്റ് ഒന്ന് വെറുതെ നോക്കുന്ന സമയത്തെ മീറ്റർ ബോർഡിന് ഫ്യൂസ് അതിൻ്റെ ഒരു ഭാഗത്ത് ലെഗ് കരിഞ്ഞിട്ട് വയറ് നേരിട്ട് മറ്റു കുത്തിച്ച് കൊടുത്തണം. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതാരെ ചെയ്തറിയില്ല, അതങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫീസ് മാറ്റണം, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഫീസ് പറഞ്ഞാൽ നമ്മൾ കമ്പി പൊട്ടിപ്പോകാൻ വേണ്ടി വെക്കണമല്ലോ, 2-3 കമ്പി എടുത്ത് കിട്ടണമല്ലേ. അപ്പം നമ്മളത് ഒന്ന് മാറ്റണം പറഞ്ഞു. ഫീസ് വേറെ കൊണ്ടുവരാറ്. ഇത് DB ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. DB സെറ്റ് ചെയ്ത് ഇപ്പോൾ ക്ലിയറായി. മറ്റേത് MCB 6 ആംസിൻ്റെ നമ്മൾ വെച്ചത് റൂമിനകത്ത്. ഇത് കംപ്ലൈൻ്റ് ആയ MCB ആണ്. ഇതേമാതിരി അഡാപ്റ്റർ കിട്ടും. ഈ അഡാപ്റ്റർ നമ്മൾ എന്തിടുക, അതിക്ക് നല്ലതുപോലെ സെറ്റായി കൊടുക്കുക. അടിയിലും മുകളിലും അതിട്ട് കുടുക്കിയിട്ട് മുകളിൽ നിന്ന് പൈപ്പിട്ട് ഇറക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ തന്നെ നമ്മൾ പൈപ്പ് മാത്രം ഇടുകയാണെങ്കിൽ അതിന് ഇതിൽ പ്ലാസ്റ്റർ പാലിച്ച് സിമെൻറ്റും കൂട്ടിയിട്ട് അതിൻ്റെ ഗ്യാപ്പ് അടച്ചു കൊടുക്കണം. അതാണ് നമ്മൾ പോയ ഫ്യൂസിൻ്റെ ഒരു ഭാഗം കത്തിപ്പോയതാണ്. എന്നിട്ട് അതിൽ നിന്ന് വേറെടുത്തിട്ട് ഇതായി കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫ്യൂസ് നമ്മൾ മാറ്റി. അപ്പോൾ അതൊക്കെ ക്ലിയറായി. ഇവിടുത്തെ കംപ്ലൈൻറ്റുകൾ ഒക്കെ റെഡിയായി, ഒക്കെ വർക്കായി. ഇപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല, ഫീസ് അങ്ങനെ കൊടുക്കാൻ പാടില്ല. അത് ഭയങ്കര അപകടം ചെയ്യും. ഇത് ആ കരിഞ്ഞ ഫീസാണ്. ഫീസിൻ്റെ കമ്പി ഉണ്ടല്ലോ, ഫുൾ കമ്പി ആയിട്ടാണ് കെട്ടിയത്. ഒരു വയറിന് ഫുൾ കമ്പി എടുത്തിട്ടാണ് പഴയ ഫീസ് കെട്ടിയത്. അങ്ങനെ ഒരിക്കലും കെട്ടരുത്. 3-4 കമ്പി എടുത്തിട്ട് വേണം കെട്ടാൻ. ഇവിടെ ഫൈബ്രോസിൻ്റെ ഫീസാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. നല്ല കമ്പനി സാധനമാണ്. ഫൈബ്രോസ് നല്ല ബ്രാൻഡ്. അപ്പോൾ അവിടെ വയറിങ്ങിൻ്റെ കംപ്ലൈൻറ്റൊക്കെ തീർത്തു, ഒക്കെ ഓക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.